മാഷ വീട് ഞാൻ കാണിച്ചു തരാം. എവിടെ ആളെവിടെ? മാഷാ അല്ലാ. ഹായ്, അസ്സലാമു അലൈക്കും. എന്താ പറയ്. സാബിക്ക് ഇന്ന് വലിയ സന്തോഷത്തിലാട്ടാ. കുറേ ദിവസമായി ഇങ്ങനെ ഒരു വലിയ പ്രയാസത്തിലായിരുന്നു. സാബിക്കിൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഇട്ടു. അവനൊരു സ്പെഷ്യൽ കട്ടിൽ വേണം, കസ്റ്റമൈസ്ഡ് കട്ടിൽ. അത് അവന് കുളിപ്പിക്കാൻ, അവൻ്റെ ബാത്റൂം കാര്യങ്ങൾ, അതേപോലെ തന്നെ അവന് ഭക്ഷണം കൊടുക്കാൻ മൂവബിളായിട്ടുള്ള കട്ടിൽ. കുറച്ച് ചിലവുണ്ട് മാഷേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ വിളിക്കുകയുണ്ടായി. കഴിഞ്ഞ ഈ ഒരാഴ്ച മുന്നേ റംസാനാണ് സംഭവം. അപ്പോൾ ഏകദേശം ഒരു 25,000 വരും. ഉടൻ തന്നെ അവരുടെ പ്രയാസം എനിക്കറിയാം. അങ്ങനെ നമ്മളത് ഏറ്റെടുക്കുന്നു. ആ ഗിഫ്റ്റ്, ആ കട്ടിൽ അവനെ എത്തിച്ചു. ആ സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷമായി നിങ്ങളോട് ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ. ഇങ്ങനെ ഇത് ചെയ്ത നീന് എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഭക്ഷണം കൊടുക്കാം, കുളിപ്പിക്കാം, ഉറക്കാം, ബാത്റൂം കൊണ്ടുപോകാം. അത് ശരിക്കാണ് അല്ലേ പ്രേക്ഷകർക്ക്? പിന്നെ സന്തോഷം കൊണ്ടേ ഇത് കക്കൂസ് ദിമ തന്നെ ഉണ്ട്, എല്ലാ ദിമ തന്നെ. ഒന്നും പുറത്ത് ആക്കണ്ട, നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എല്ലാം ഇതിൽ ഹാപ്പി ആയിട്ട് ഓനെ നോക്കും ചെയ്യും. ഇതിങ്ങനെ മൂവ് ചെയ്യും അല്ലേ? ഇതിങ്ങനെ പോവില്ലേ? പോവും. ഇത് വണ്ടി ഉരുട്ടിക്കാണ്ട് പോവും. ഇതാണ് അയക്കപ്പിടാന് നല്ല ഉപകാരപ്പെട്ട സാധനം. നല്ല ഉപകാരമാണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാ ഇട കിട്ടിയത്? അങ്ങനെ ചിന്തിച്ചുണ്ടാക്കി. എന്നിപ്പോ ഇങ്ങനെ ബനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇങ്ങനെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റും? ഒന്ന് കുമ്പിടാത്ത രീതിയിൽ എടുത്തുകാണ്ട് എന്താ ചെയ്യാ? കാരണം എനിക്കും കാക്കാക്കും ഊരവേദന. ഇവിടുന്ന് വീട്ടിലത്തെ ജോലിന്റെ ഇടയിൽ കൂടി ഇടക്കിടക്ക് ഓനം പൂത്രയിക്കൊണ്ട് ഇതൊക്കെ റെഡി ആക്കണ്ട. അപ്പൊ ഇങ്ങനെ ഈ കുമ്പിട്ട് നീർന്നെടുക്കാൻ എനിക്ക് പ്രയാസമാണ്. അപ്പൊ അതിന് ഇതെന്താ നമ്മൾ ചെയ്യാ? ഞാൻ കാര്യം കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇതും വെക്കാം, ഇങ്ങനെ ആക്കിയിട്ട് കണ്ട് നമുക്ക് എന്ത് ജോലി, എനിക്ക് എന്റെ ജോലി എടുക്കാം. എപ്പോഴും സദാ പുഞ്ചിരിയാ. മാഷാ അല്ലാ. നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കട്ടാ. സന്തോഷം, നല്ല സുഖമായി. അൽഹംദുലില്ലാഹ്. പടച്ചോനെ സുച്ചാലും തീരൂല. അതേപോലെ നിങ്ങളോട് പറഞ്ഞേക്കുന്ന എന്നെ വേദ ചെയ്ത നീനും ഒക്കെ അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ഒരുപാട് ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കലുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയമുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും പല ആളുകളും നമ്മളോട് സഹകരിക്കലുണ്ട് ഈ വിഷയത്തിൽ. എൻ്റേതായ നല്ലൊരു എമൗണ്ട് ഞാൻ എടുത്തതിന് ശേഷം ഒരു 3 ആളുകൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 പേരെ വിളിച്ചു. അവർ സഹകരിച്ചു അൽഹംദുലില്ലാഹ്. പിന്നെ അവരെന്തുദ്ദേശത്തിലാണോ ഈ ഒരു സംഭവത്തിൽ എൻ്റെ കൂടെ ചേർന്ന് നിന്ന് സഹകരിച്ചത്, അവർക്ക് പടച്ചോൻ തമ്പുരാൻ അതിനുള്ള ബർക്കത്ത് നൽകട്ടെ. പല ആളുകളുടെയും പുഞ്ചിരിക്ക് കാരണമാവാൻ നമ്മൾ ഒരുമിച്ച് ഇനിയും നമുക്ക് തുടർന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരൻ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ജീവിതം ഇവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. അവർ മറ്റു സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കി ഇവരുടെ ഹാപ്പിനെസ് മാത്രമാണ്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.